ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചതിപറ്റി എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കെ മുരളീധരൻ, കോൺഗ്രസിലെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ കെ മുരളീധരനാണ് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അങ്ങ് ഇപ്പോഴും ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മൂഡിലാണ് ഇപ്പോൾ. നിങ്ങളുടെ മുടിഞ്ഞ നാക്ക് കാരണം ഇതെല്ലാം സംഭവിച്ചത്. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? അതല്ല, ഇപ്പോൾ ഇതിൽ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഫ്ലാഷ് ബാക്ക്. നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാടും ഉറപ്പായിട്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇറക്കി വീട് മുതലാളി. അത് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. പക്ഷെ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. ഈ തൃശ്ശൂരിലേക്ക് അങ്ങ് മനസ്സില്ലാ മനസ്സോടെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം, പാർട്ടി തീരുമാനം അങ്ങയിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങ് പണ്ട് നിയമത്ത് പോയതുപോലെ അനുസരിക്കലായിരുന്നു. യഥാർത്ഥത്തിൽ അതിന് പുറകിൽ ആരായിരുന്നു? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ. അല്ല, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ പല രഹസ്യങ്ങളും രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കണമല്ലോ. അതൊരിക്കലും ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. വസ്തുതകൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് ഒരു പാഠം പഠിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ചു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. വളരെ നിർണായകമായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വന്നത്. മുറിവേറ്റ് വേണം നമ്മുടെ ഭരണനായകൻ ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും തമ്മിത്തല്ലുണ്ടാക്കി പാർട്ടിയുടെ ഉള്ള സൽപ്പേര് കൂടെ നശിപ്പിക്കാൻ ഇനി ആരും ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അതാണ് സ്വാമി എന്റെ സ്ഥിതി. ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പോട്ടെ. എല്ലാവരുടെ ഭാഗത്തും വിഷമം ഉണ്ടായിട്ടുണ്ട്, പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഈ തോൽവിക്കൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലാണ്. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. അപ്പൊ അതിനൊരു തീരുമാനമായി.